ഫ്രണ്ട്സ്, ഇറ്റ്സ് മിഹിറിന എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിത് ഓണക്കോടി ഇട്ടത് കൊണ്ടാണ് ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ കണ്ണടിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തിരുവോണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് അമ്പലത്തിലേക്കൊക്കെ പോവാണ്. ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങൾ അമ്പലത്തിലാണ് കേട്ടോ. അവിടെയുള്ള പുതുശ്ശേരി അമ്പലത്തിലേക്കാണ് പോയത്. അവിടുന്ന് ഞങ്ങൾ നേരെ എല്ലാവരെയും കൂട്ടിയിട്ട് പിന്നെ പോയത് വടകരയിലാണ് കേട്ടോ. മുത്തപ്പന്മാല എന്ന് പറയുന്ന അമ്പലത്തിലേക്കാണ് പോയത്. പിന്നെ എല്ലാവരും സെറ്റായി വരുമ്പോഴേക്കും എന്തായാലും സമയമാവും. അധികവും ഞങ്ങളിങ്ങനെ ഓണത്തിനും വിഷുവിനും ഒക്കെ പോകുമ്പോൾ എന്തായാലും 9 മണി അല്ലെങ്കിൽ 9:30 അത് ഈ ഒരു ടൈമിനാണ് എത്തുക. ഞങ്ങൾ എത്തുന്ന സമയത്താണെങ്കിൽ അവിടെ എപ്പോഴും നട അടച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളൊരു അമ്പലത്തിലേക്കായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓണത്തിനും വിഷുവിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടി അരുണേട്ടൻ്റെ പുതിയ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇതാ ഏട്ടനും വാമിമോളും അപ്പോഴും എല്ലാവരും ഓണക്കോടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ വാമിമോൾ അവിടുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ്. കുഞ്ഞു വീഡിയോ ആണ്, വളരെ കുഞ്ഞു വീഡിയോ ആണ്. മൊത്തത്തിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ വീട്ടിൽ പൂക്കളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഏട്ടൻ്റെ വീട്ടിൽ ഓണം ഉണ്ടായിരുന്നില്ല. കാരണം വല്യച്ഛൻ മരിച്ചുകൊണ്ട് ഓണം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഓണം. തിരുവോണത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ വണ്ടി. പിന്നെ അവിടെ എത്തുമ്പോഴേക്ക് നട അടിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ഥിരം പതിവാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് ഏട്ടൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ 4 ആൾ നല്ല രീതിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ പോയത്. തിരിച്ച് വരുമ്പോൾ എന്താണെന്നറിയില്ല, ആരോ ഒന്ന് തടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ്റെ മടിയിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഇതാ നമ്മുടെ അരുണേട്ടൻ്റെ ഇതാ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ. പേര് മാറി പറഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തിയതാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ കയറുന്നൊരു സ്ഥലമാണ് കേട്ടോ MR. എപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയാലും ഫസ്റ്റ് കയറുന്നൊരു സ്ഥലമാണ് വെച്ചാൽ ഓണത്തിനും വിഷുവിനും ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ എപ്പോഴും ഇവിടെ കയറി എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് വാങ്ങിയിട്ടാണ് കേട്ടോ പോക്ക്. അത് എപ്പോഴുള്ള പതിവാണ്. കാരണം എന്ന് വെച്ചാൽ അഭിജിത്തേട്ടൻ എപ്പോഴും അവിടെ നിന്ന് ഓണത്തിനും വിഷുവിനും കയറുന്ന സമയത്ത് കള്ളപ്പം വാങ്ങും. അപ്പം ഞങ്ങളും കൂടെ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സ്വീറ്റ്സും കാര്യങ്ങളും എടുക്കും. പിന്നെ രണ്ടാമത് ഞങ്ങൾ കയറുന്ന സ്ഥലം ഈ ഒരു അരുൺ ഐസ്ക്രീമിൻ്റെതാണ് കേട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ആയിരിക്കും സുഖയില്ലായിരുന്നു വെച്ചാൽ കഫ കുറച്ച കാരണം ആരും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഓണപ്പടനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ, ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ചായക്ക് ദോശ ഉണ്ടായിരുന്നു, നെയ് റോസ്റ്റ് പോലെ ആക്കിയിട്ട് ദോശ ഉണ്ടായിരുന്നു, വടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വീഡിയോ എടുക്കുന്ന ഏട്ടൻ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടു. പിന്നെ ഇത് അപ്പോട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ലിയോനെയും കഴിച്ച് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ട് ഞാൻ അവിടുത്തെ കൊലായി കയറി നിന്നതാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലെ. പിന്നെന്താ, അങ്ങനെ ഞങ്ങൾ ഓണപ്പട്ടം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് അവരെ സ്വീകരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അവിടുന്ന് അരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അത് ഞങ്ങളോട് എന്താണെന്ന് അറിയില്ല, മറന്നു പോയിട്ടോ. അപ്പോൾ അവിടുന്ന് ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അവരിതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അച്ഛൻ പോയി പൈസ ഒക്കെ കൊടുത്തു. അപ്പോഴാണ് ഓർമ്മ വന്നത്. അങ്ങനെ വേഗം പോയി ഞാനും അമ്മയും കൂടിയും പോയിട്ട് അരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യമായിട്ട് ഞാൻ കാണുന്ന പോലത്തെ കളിയാട്ടോ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടുന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോഴേക്കും അവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണപ്പൂട്ടം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ എൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് സദ്യ ആയിരുന്നു കേട്ടോ. എല്ലാ കറികളുണ്ടായിരുന്നു, സദ്യ ആയിരുന്നു. പിന്നെ തലേദിവസം അമ്മ പച്ചടിയും പിന്നെന്താ പുളിയിഞ്ചിയില്ലേ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇന്ന് തന്നെ ഓണത്തിൻ്റെ അന്ന് തന്നെ റെഡിയാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് തന്നെ എൻ്റെ അനിയൻ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ